ഇന്നൊരു ശനിയാഴ്ച വൈകുന്നേര സമയമാണ്. അപ്പോൾ നാളെ അവധി ആയതുകൊണ്ട് തന്നെ ഈ ശനിയാഴ്ച വൈകുന്നേരങ്ങൾ എല്ലാം തന്നെ ഈ ജോലി ചെയ്യുന്നവർക്ക്, ഓഫീസിൽ പോകുന്നവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റൈഡിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലുള്ള ഒരു റൈഡ്. അപ്പോൾ സൂററ്റ് സിറ്റിയിൽ വേസു എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ വേസു എന്ന് പറയുന്നത് കുറച്ചൊരു പോഷ് ഏരിയയാണ്. പുതിയ ഒരുപാട് ഷോപ്പിംഗ് മാളുകൾ, പുതിയ ബിൽഡിങ്ങുകൾ എല്ലാം ആയിട്ട് വളരെയധികം ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് ഈ സൂററ്റിൻ്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഈ വേസുവിലെ ലാൻഡിൻ്റെയൊക്കെ വില വെച്ച് നോക്കുമ്പോൾ ഈ വേസു ഏരിയ എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ള ഒരു ഏരിയയും കൂടിയാണത്. അപ്പോൾ ഇന്ന് വേസു ഏരിയയിലേക്ക് പോകാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അവിടെ ഒരു കടയുണ്ട്. ആ കടയുടെ ഒരു ചായക്കടയാണ്. ആ കടയുടെ പ്രത്യേകത എന്ന് വെച്ച് അവിടെ ചായ കൊടുക്കുന്നത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ കപ്പിലാണ്. അത് ഗ്ലാസിൻ്റെ ഷേപ്പിൽ മണ്ണ് കൊണ്ട് കപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ചായ കുറച്ച് പേര് കേട്ടതാണ്. വൈകുന്നേര സമയമായതുകൊണ്ട് റോട്ടിൽ തിരക്കുണ്ട്. ജോലി കഴിഞ്ഞിട്ടൊക്കെ വീട്ടിലേക്ക് പെട്ടെന്ന് പോകുന്ന ആൾക്കാർ, അതുപോലെ ഒത്തിരി സമയങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഫാമിലിയായിട്ട് പോകുന്നവർ, അതുപോലെ വെറുതെ ഞങ്ങളെപ്പോലെ റൈഡിന് ഇറങ്ങുന്ന ആൾക്കാർ, ഇതെല്ലാം റോട്ടിൽ എല്ലാത്തരം ആൾക്കാരെയും കാണാം. അപ്പോൾ നമ്മളിന്ന് അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കും. ചായ കുടിച്ചിട്ട് വേസൂൽ ആ ഏരിയ ഒക്കെ ഒന്ന് കറങ്ങി ഷൂട്ട് ചെയ്തുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോരാനാണ് പ്ലാൻ. അപ്പോൾ ഇന്ന് പോകുന്നത് ഞാനുണ്ട്, മകനുണ്ട്, അതുപോലെ മോളും ഉണ്ട് കൂടെ. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. 2 വണ്ടിയിലാണ് പോകുന്നത്. ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റും പിന്നെ ജുപ്പിറ്റർ സ്കൂട്ടർ, ഇതിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചായക്കടയിൽ എത്തിയിരിക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ല, കസേരകളൊക്കെ കാലിയാണ്. ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പോലും ഇവിടെ സ്ഥലം കിട്ടാറില്ല. ഇതാണ് ആ മണ്ണിൻ്റെ കപ്പ്. ഇതൊരു ചൂളയിൽ ഇങ്ങനെ കനലിലിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്കാണ് ഈ ചൂടോടെ ആ ചൂടായ ആ മൺഗ്ലാസ്സിലേക്കാണ് ചായ എടുത്ത് ഒഴിക്കുക. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. 20 രൂപയാണ് ഒരു ഗ്ലാസ് നമ്മൾ ഒരു ചായക്ക് മേടിക്കുന്നത്. കുഴപ്പമില്ല, 20 രൂപയ്ക്ക് മസാലയൊക്കെ ഇട്ടുള്ള ചായയാണ് ഇവിടെ കിട്ടുന്നത്. 20 രൂപയ്ക്കുള്ള ഉണ്ട്. ഒരു മൺഗ്ലാസ്സിലായ കാരണം ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ദിവസങ്ങളിൽ ഈ കടയിൽ ഞങ്ങൾ ആദ്യമൊക്കെ വരുമ്പോൾ എപ്പോഴും ഈ ചായ കുടിക്കാനും വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ ആയിട്ട് കൂട്ടുകാരെയൊക്കെ ആയിട്ട് വരുന്നവരുടെ തിരക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ചായ കുടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങളിനി തിരിച്ച് ഒരു റൗണ്ട് അടിച്ച് തിരിച്ച് നേരെ വീട്ടിൽ പോവാണ്.
നവംബർ മാസം ഏകദേശം പകുതിയൊക്കെ ആയിക്കഴിഞ്ഞിട്ടും കാലാവസ്ഥ ശരിക്കും തണുപ്പ് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. തണുപ്പൊക്കെ ഒക്ടോബർ അവസാനമാകുമ്പോഴേക്കും തണുപ്പ് തുടങ്ങേണ്ടതാണ്. പക്ഷേ ഈ വർഷം എന്താണെന്നറിയില്ല, തണുപ്പ് ഇതുവരെ ശരിക്കും അങ്ങ് തുടങ്ങിയിട്ടില്ല. ചെറിയൊരു മൂടൽമഞ്ഞ് പോലത്തെ ഇതെല്ലാം ഉണ്ട്, എന്നാലും തണുപ്പ് ഇതുവരെയും സൂററ്റിൽ തുടങ്ങിയിട്ടില്ല എന്നുള്ള വാസ്തവം. വളരെയധികം ലേറ്റായിട്ടുണ്ട്. ഇപ്പോഴും ചൂടാണ് ശരിക്ക്. ഇതാണ് സൂററ്റ് സിറ്റിയിലെ വേസു എന്ന് പറയുന്ന ഏരിയ. സൂററ്റ് മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഏരിയയിലേക്ക്. വേസു സൂററ്റിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ശരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇത് സൂററ്റിലെ ഏറ്റവും നന്നായി ഡെവലപ്പ് ആയി വരുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. ഇവിടെ അങ്ങനെ ഫാക്ടറികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ വേസു എന്ന് പറയുന്ന സ്ഥലം. മാരിയറ്റ് പോലെയുള്ള 5 സ്റ്റാർ ഹോട്ടലുകൾ, അതുപോലെ ലാർസൺ ആൻഡ് ട്യൂബ്രോ, ONGC അങ്ങനെയുള്ള കമ്പനികളുടെയൊക്കെ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകൾ ഇതെല്ലാം ഈ വേസു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല നല്ല ഹോസ്പിറ്റലുകളുണ്ട്, വലിയ ഓഫീസ് കോംപ്ലക്സുകളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഡെവലപ്പായിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. സൂററ്റിൻ്റെ ഒരു നല്ലൊരു സ്ഥലമാണ് ഈ വേസു എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ലുലു മാള് പോലെയുള്ള ഒരു VR മോൾ എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട് ഇവിടെ. അത് തന്നെയായിട്ട് വേറൊരു ദിവസം വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഈ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവിടെ പോയാൽ ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് ശരിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേറൊരു ദിവസം കാണിക്കാം. നല്ലൊരു മോളാണ്. ലുലു മോളിൻ്റെ അത്രയൊന്നുമില്ല, എന്നാലും ഇവിടെ ഉള്ള ഒരു നല്ലൊരു മോളാണ് ഈ VR മോൾ എന്ന് പറയുന്ന സ്ഥലം. ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നൊരു മോളാണിത്. അപ്പോൾ അതും ഈ വേസു എന്ന് പറയുന്ന ഏരിയയിലാണ്. പൊതുവെ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് സൂററ്റിലെ ഈ വേസു എന്ന് പറയുന്നത്. സമയം 7 മണിയായിട്ടുണ്ട്. ഈ നവംബർ സീസണൊക്കെ ആയതുകൊണ്ട് നേരത്തെ ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം വേസു ഏരിയ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാനും സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സൂററ്റിലെ വേറൊരു ഏരിയയുമായിട്ട് വരാം. അതുവരെ